നമസ്കാരം. അധികാരത്തിൻ്റെ പ്രശ്നങ്ങളും മൂന്നാം വരവും തമ്മിൽ കൂട്ടിക്കുഴക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? വളരെ ഗൗരവമായി കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അധികാരം ദുരാധികാരമായി മാറുന്നത് എങ്ങനെയായിരിക്കും കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുഷിപ്പിക്കുന്നതും ഇല്ലാതാക്കുന്നതും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് കെ സച്ചിദാനന്ദൻ നമ്മുടെ സമൂഹത്തിനകത്ത് തുറന്നുവിട്ടത്. അത് കൂടുതൽ വിവാദപരമായി തീരാൻ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം CPM-നൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് തന്നെയാണ്. CPM സഹയാത്രികൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം CPM ഭരിക്കുന്ന സർക്കാരിൻ്റെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ നിന്ന് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇച്ഛിക്കുന്നത് CPM പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് എന്നും സച്ചിദാനന്ദൻ മാഷ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം, ഒരഭിപ്രായ പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അത് തീർച്ചയായിട്ടും കേരളത്തിൽ ബൗദ്ധികമായിട്ട് ചർച്ച ചെയ്യാൻ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അധികാരം ദുരധികാരമായി മാറുമോ? മാറും. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായിട്ട് ഫ്രഞ്ച് ആക്ടിവിസ്റ്റുകൾ 1968 കലാപകാലത്ത് ഉയർത്തിയ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു അധികാര ദുർവിനിയോഗം ചെയ്യുന്ന സംവിധാനമായിട്ട് മാറിത്തീരും എന്നുള്ളതാണ്. അതിന് അവരന്ന് കൊടുത്തിരുന്ന ഭാഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്യൂറോക്രാറ്റിക് ഇടതുപക്ഷം എന്നുള്ളതാണ്. റഷ്യയിലും അതേപോലെയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ താഴ്ന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിൽ ബ്യൂറോക്രാറ്റിക്കായി മാറിയെന്നാണ്. ബ്യൂറോക്രാറ്റിക് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളായി മാറിയ ഇടതുപക്ഷ നേതൃത്വം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആയിത്തീർന്നാൽ അവർക്ക് ജനങ്ങളായിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല. മാത്രമല്ല, ലഭ്യമാകുന്ന അധികാരത്തെ മുഴുവനും തങ്ങൾക്കിഷ്ടമുള്ളതായിട്ടുള്ള ആളുകൾക്ക് സ്വജനപക്ഷപാതം എന്ന് നമ്മൾ സാധാരണ പറയുന്ന വാക്ക് അവർക്ക് നൽകുകയും മറ്റുള്ളവരെ മുഴുവൻ അകറ്റി നിർത്തുകയും അവരെ ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന സംവിധാനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ പോകുന്ന സമയത്താണ് അത് വളരെ കൃത്യമായിട്ട് ബ്യൂറോക്രാറ്റിക് എന്ന് പറയുന്ന സെൻസിൽ എത്തിച്ചേരും. അങ്ങനെ ബ്യൂറോക്രാറ്റിക്കായി മാറുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷമല്ല എന്ന് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 1968 ഫ്രഞ്ച് കലാപത്തിൻ്റെ കാലഘട്ടത്തിൽ അതിശക്തമായിട്ട് ഉയർന്നു വന്നു. ഇവിടെ സച്ചിദാനന്ദ മാഷ് കോട്ട് ചെയ്യുന്നത് റാക് റാൻസിയർ എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള ഇടതുപക്ഷ ഫിലോസഫറെയാണ്. എന്താണ് ഈ റാക് റാൻസിയർ എന്ന് പറയുന്ന ഫിലോസഫറുടെ പ്രത്യേകത? അദ്ദേഹം ലൂയി അൽത്തൂസർ എന്ന് പറയുന്ന പ്രതിഭാധനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ്റെ ഒപ്പം നിൽക്കുകയും ഒരുതരം സ്ട്രക്ചറിസ്റ്റ് മാർക്സിസ്റ്റുകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടിരുന്നതായ ആളുമാണ്. അതിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരാളാണ്. അൽത്തൂസറിൻ്റെ സിദ്ധാന്തങ്ങളിൽ നിന്ന് തന്നെ പിരിഞ്ഞുപോയ ഒരാളാണ് യഥാർത്ഥത്തിൽ സച്ചിദാനന്ദൻ മാഷ് കോട്ട് ചെയ്യുന്നതായിട്ടുള്ള റാക് റാൻസിയർ. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുന്ന സമയത്ത് ശരിയാണ്. അധികാരം ദുരാധികാരമായി മാറും. അതിനെപ്പോഴും ഏത് കാലത്തും നമ്മൾ പ്രതിരോധാത്മകമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ള ദുരാധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നതിന് എതിരെ പാർട്ടിക്കകത്ത് ഉള്ള സംവിധാനം എന്ന് പറയുന്നത് എന്താണ്? വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയുമായിട്ടുള്ള സാധ്യതകളും അതേപോലെ തന്നെ പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി ജനാധിപത്യ സംവിധാനമാണ്. ഈ ഉൾപാർട്ടി ജനാധിപത്യം എത്ര കാലമായി CPM-നകത്ത് മരിച്ചു പോയിട്ട് അന്നൊന്നും ആ വിഷയത്തെ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ സച്ചിദാനന്ദ മാഷ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അദ്ദേഹം ഈ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുന്ന സമയത്താണ്. ആ തെരഞ്ഞെടുപ്പ് വക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അധികാരം എന്ന് പറയുന്നത് പ്രധാനമാണ്. അധികാരത്തിൽ നിന്ന് മാറി നിന്നതുകൊണ്ട്, അഴിമതി നടത്താത്തതുകൊണ്ടൊന്നും ഇന്ത്യയിലൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഏറ്റവും നല്ല കാര്യം നക്സലൈറ്റ് മൂവ്മെൻറ്റ്, വിവിധ തരത്തിലുള്ളതായിട്ടുള്ള നക്സൽ ഫ്രാക്ഷനുകളുണ്ടായിരുന്നു. അവരെവിടെയാണ് അഴിമതി നടത്തിയിട്ടുള്ളത്?
എത്ര സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് അവർ സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ എവിടെയെങ്കിലും അവർക്ക് കാലുറപ്പിക്കാനോ വളരെ വലുതാവാനോ കഴിഞ്ഞു. കേരളത്തിൽ തന്നെ നക്സൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ചിന്നിച്ചെതറി ഒന്നുമില്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ പാർലമെൻ്ററി രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് ഇടതുപക്ഷം എന്ന് പറയുന്നത് അധികാരത്തോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ഇടതുപക്ഷം തന്നെയാണ്. ആ ഇടതുപക്ഷത്തെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ജോലിയാണ് സച്ചിദാനന്ദ മാഷിനെ പോലെ ആയാലും ബുദ്ധിജീവികൾക്കുള്ളത്. അതവർ ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യണമായിരുന്നു, ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിരന്തരം പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് പാർട്ടി അധികാരത്തിൻ്റെ ജീർണതകളിലേക്ക് പോകുമ്പോൾ അതിനെതിരെ വിമർശിക്കാനായിട്ട് ഇവരെപ്പോലെയുള്ള വലിയൊരു സംഘം വളർന്നു വന്നിരുന്നെങ്കിൽ ഈ പാർട്ടി ഇത്രമാത്രം ചീത്തയാകില്ലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരത് ചെയ്തിരുന്നില്ല. അവരതിന് പകരമായിട്ട് പാർട്ടി അധികാരത്തിൽ വരുന്ന സമയത്ത് അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ എങ്ങനെ കഴിയും എന്നാണ് ചിന്തിച്ചിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു സംവിധാനമായിട്ട് പാർട്ടിയുടെ ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ മാറിപ്പോയത്. ആ ഇടതുപക്ഷ ബുദ്ധിജീവികൾ അതാത് സമയങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ കുറേയൊക്കെ കുറക്കാനായിട്ട് കഴിയുമായിരുന്നു. അധികാരത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളെയും ആർക്കും പരിഹരിക്കാൻ കഴിയില്ല. പക്ഷേ അതിനെ ചോദ്യം ചെയ്യാനും തിരുത്താനുമുള്ളതായിട്ടുള്ള സ്പേസ് എല്ലായിടത്തും കിടക്കുന്നുണ്ട്. ഇപ്പോൾ ജാക്ക് ദെരിദ എന്ന പ്രശസ്തനായിട്ടുള്ള ചിന്തകൻ, അദ്ദേഹത്തിൻ്റെ ദി സ്പെക്ടേഴ്സ് ഓഫ് മാർസ് എന്ന് പറയുന്ന പുസ്തകം, അത് എന്താണ് സോവിയറ്റ് റഷ്യയിലും അതേപോലെ തന്നെ ബെർലിൻ മതിലും ഒക്കെ മറിഞ്ഞു വീണതിന് ശേഷം മാർക്സിസത്തിൻ്റെ പ്രസക്തി എന്താണ്, മാർക്സിസത്തിൽ കൊള്ളാവുന്നത് എന്താണ് ബാക്കിയുള്ളത് എന്ന് അന്വേഷിച്ചുകൊണ്ട് എഴുതപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ ലോകത്തിന് മാർസിൻ്റെ പൈതൃകത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരിക്കലും ആവില്ല എന്നുള്ളതാണ്. ഈ ലോകത്തെപ്പോഴും മാർസിൻ്റെ പൈതൃകം നമുക്ക് ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ നമ്മളിലൂടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാർക്സിസത്തിൻ്റെ ഏറ്റവും സവിശേഷമായ സ്വഭാവം എന്ന് പറയുന്നത്, അതിൻ്റെ ക്രിയാത്മകത എന്ന് പറയുന്നത് വിമർശനത്തിലും സ്വയം വിമർശനത്തിലുമാണ്. സ്വയം വിമർശനവും വിമർശനവും എക്കാലത്തും ഇതിനകത്ത് നിലനിൽക്കുമ്പോൾ ഈ ദുരധികാര സംവിധാനങ്ങൾക്കെതിരെ പടപൊരുതാനായിട്ടുള്ള ആയുധമായിട്ട് ഒരു ടൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്സിസത്തിന് അതിജീവനമുണ്ടാകുന്നത്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടാതെ പോകുന്ന സമയത്ത് മാർക്സിസത്തിൻ്റെ തന്നെ അതിജീവനം ഇല്ലാതാക്കപ്പെടും. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വലിയ സൈദ്ധാന്തിക പ്രശ്നങ്ങളല്ല. ഇവിടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ നിന്ന് തന്നെ ഇടതുപക്ഷം തുടച്ചു മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ത്രിപുരയിൽ തുടച്ചു മാറ്റി, ബംഗാളിൽ തുടച്ചു മാറ്റി, കേരളത്തിലും തുടച്ചു മാറ്റി. അപ്പോൾ ഈ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിനുള്ള ഏറ്റവും വലിയ വേദി തുറക്കുന്ന ഒന്നായിരിക്കും. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പാർട്ടിയെ വിമർശിക്കുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ പാർട്ടിയെ കറക്റ്റ് ചെയ്യുന്നൊരു സമീപനമാണ് സച്ചിദാനന്ദ മാഷെ പോലുള്ള ആളുകളിൽ നിന്ന് വരേണ്ടത് എന്നുള്ളതാണ്. അവരത് ചെയ്തിരുന്നില്ല, മുൻകാലങ്ങളിൽ തീർച്ചയായിട്ടും ഒട്ടും ചെയ്തിരുന്നില്ല. പിന്നെ ഇവരെ അടുത്ത ഭരണത്തിൽ കൊണ്ടുവരേണ്ട എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല. അത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പറയുന്ന ശബ്ദമാണ്. പ്രതിപക്ഷത്തിൻ്റെ കയ്യിലെ ഒരു ആയുധമായിട്ട് മാറുന്ന ഒന്ന്, അതൊരിക്കൽ പോലും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ ഡയമെൻഷനകത്ത് വരുന്ന ഒരു കാര്യം പോലും അല്ല എന്നുള്ളതാണ്. ഇടതുപക്ഷം തിരുത്തേണ്ടത് ആവശ്യമാണ്. ഇപ്പം മാത്രമല്ല, എത്ര കാലമായിട്ട് തിരുത്തേണ്ടതാണ്. ആ തിരുത്തലുകൾ നടത്താൻ പറ്റാതെ പോകുന്നത് അതിനകത്ത് തിരുത്തൽ ശക്തി ഇല്ലാതെ വരുന്നതിൻ്റെ ഫലമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് കേരളത്തിലെ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒറ്റ ശബ്ദമുള്ളൂ. ആ ശബ്ദം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ശബ്ദമാണ്. അതിനുള്ള ഉത്തരവാദികൾ എന്ന് പറയുന്നത് ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അകത്ത് നിൽക്കുന്ന, കമ്മിറ്റികളിൽ നിൽക്കുന്ന, സംവിധാനത്തിൽ നിൽക്കുന്ന, സിസ്റ്റത്തിൽ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരുമാണ്. അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം കാണിച്ചിരുന്നെങ്കിൽ ഇത് ഒരു ഏകാധിപതിയുടെ കയ്യിൽ ഉള്ള ഒരു സിസ്റ്റമായിട്ടോ സംവിധാനമായിട്ടോ മാറില്ലായിരുന്നു എന്നുള്ളതാണ്. CPM സംസ്ഥാന കമ്മിറ്റി എന്ത് ചെയ്യുകയാണ്? സെക്രട്ടേറിയറ്റ് എന്താണ് ചെയ്യുന്നത്? കേന്ദ്ര കമ്മിറ്റി എന്താണ് ചെയ്യുന്നത്? അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർട്ടിയെ തിരുത്താൻ കഴിയും. ഇടക്കിടക്ക് തിരുത്താറെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് പോരാ. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒക്കെ അംഗീകരിച്ച തിരുത്തൽ രേഖകൾ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ നടപ്പിൽ വരുത്തിക്കൊണ്ട് മാത്രമാണ് ഇടതുപക്ഷത്തിനെ കറക്റ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് പുറത്തു നിർത്തലല്ല, പകരം അവരെ നിരന്തരമായിട്ട് വിമർശിച്ച് നിരന്തരമായിട്ട് കറക്റ്റ് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.